ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. ഇത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് മേഖലയിൽ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഇന്ത്യ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാലഞ്ചസ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള പ്രഷറാണ്. അപ്പം ആ പ്രഷറിനെ മറികടക്കുക എന്നുള്ളത് ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്ന വിഷയമാണ്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പം രാവിലെ തന്നെ ഫൈനാൻഷ്യൽ ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ പറയുന്നത് വെച്ചാൽ ശരിക്കും ചൈനയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ അവരുടെ സെക്യൂരിറ്റി, അതായത് അവരുടെ മുന്നോട്ട് പോക്ക്, അവർക്കൊരു ഭീതിയുണ്ട്. അതായത് ശരിക്കും ചൈനയുടെ ഇൻറ്റർണൽ വിഷയങ്ങളിൽ കുറേ പാളിച്ചകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചൈന തുടർച്ചയായിട്ട് എടുത്തു വന്ന കുറച്ച് തീരുമാനങ്ങൾ, അതായത് അവരുടെ എക്സ്പോർട്ട് മേഖലയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെടുത്ത കുറേ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഇൻറ്റർണൽ ജി ഡി പിയിൽ തകർച്ച നേരിടുന്നത്. ഈ ചൈനയുടെ ഇൻറ്റർണൽ ജി ഡി പി തകരുന്നത് തന്നെയാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം ഇന്ത്യയുടെ ഇൻറ്റർണൽ ജി ഡി പി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങൾ, പുറത്തുള്ള രാജ്യങ്ങൾ ശരിക്കും ഇന്ത്യക്കുള്ളിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ പറയുന്നത് വ്യാപാര മേഖലയിൽ, എക്കണോമിക്കലി. അപ്പോൾ അതിന് ഇന്ത്യ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ ഇൻറ്റർണൽ ജി ഡി പി കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോൺ സ്കീമുകളായിക്കോട്ടെ, അതേപോലെ തന്നെ ഏത് തരത്തിൽ പൈസ പൊതുജനങ്ങളുടെ കയ്യിൽ എത്തിയാലും ആ പൈസ തിരിച്ച് മാർക്കറ്റിലേക്ക് തന്നെ ഇറങ്ങും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാതൃകയിൽ പല പദ്ധതികൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. കാരണം അത് പൊതുജനങ്ങളുടെ കയ്യിൽ പൈസ എത്തിക്കുക, ആ പൈസ തിരിച്ച് ഇന്റർണലി റൊട്ടേറ്റ് ചെയ്ത് മാർക്കറ്റിലൂടെ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയാണ് ഇന്റർണൽ ജി ഡി പി ഇവിടെ നല്ല രീതിയിൽ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പം തികച്ചും ഇത് ഇന്റർണൽ ജി ഡി പിയെ കുറിച്ച് ഞാൻ ഇത്രമാത്രം ഫോക്കസ് ചെയ്ത് പറയാനുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ചൈന ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ ടൈംസിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഹെഡിങ് മാത്രം ഞാനിവിടെ വെക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗ്ലോബൽ ബ്രാൻഡ്സ് സീക്സ് PE പാർട്ട്നേഴ്സ് ടു സേവ് ദെയർ ചൈന ബിസിനസ്. ചൈനയിൽ ബിസിനസ് ചെയ്യുന്ന ഗ്ലോബൽ ബ്രാൻഡുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അതിന് ചൈനയുടെ ഉള്ളിൽ നിന്നും റിസർച്ച് ചെയ്തെടുത്ത കുറേ ഡേറ്റ അവർ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ആ ഡേറ്റ നമുക്ക് വായിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം 2035 ഇന്ത്യ മൂന്നാമത്തെ എക്കോണമി ആയിട്ട് മാറിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 2047 എന്ന് പറഞ്ഞ ആ ഒരു ടാർഗറ്റ്, സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം തികയുമ്പോൾ നമ്മൾ ഏത് ലെവലിൽ നമ്മളുടെ വളർച്ച രേഖപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റുള്ള ലോകരാജ്യങ്ങളും കൂടി ഇന്ത്യയെ നോക്കി വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണത്. ആ സാഹചര്യത്തിലേക്ക് നടന്നെടുക്കണമെന്നുണ്ടെങ്കിൽ 2035 തന്നെ നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കണം. അതിലേക്ക് തന്നെയാണ് നമ്മളുടെ എയിം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ജോർദാനിൽ ജോർദാനുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 5 ബില്യൺ അവരുമായിട്ട് ബിസിനസ്, അതായത് ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള വ്യാപാര ബന്ധം 5 ബില്യണിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റുകളാണ് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ധാരണയാണ് അവിടെ സംസാരിച്ച് ഉറപ്പുവരുത്തിയത്. അവിടെ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നെക്സ്റ്റ് എത്യോപ്യയിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒമാൻ സന്ദർശിക്കും. ടോട്ടൽ 4 ദിവസത്തെ വിസിറ്റാണ്. ഒമാൻ സന്ദർശിച്ചിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങും. ഒമാൻ ഇന്ത്യയുമായിട്ട് പലതരത്തിലുള്ള വ്യാപാര കരാറുകളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നടപ്പിലായതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വിസിറ്റാണ് ഒമാനിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഒമാൻ UAE ബേസ് ചെയ്താണ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇന്ത്യ ഇപ്പം നിയന്ത്രിക്കുന്നത്. കാരണം എക്സ്പോർട്ട്, നമ്മളുടെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യാപാരം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ ഈ വിസിറ്റുകൾക്കൊന്നും വേറെ ഒരു പ്രാധാന്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വളർന്ന എക്കോണമിയാണ്. അപ്പോൾ ഈ എക്കോണമിയിൽ നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിശ്ചിത തോതിൽ നിങ്ങളുടെ കമ്പനികൾ, പ്രത്യേകിച്ച് ജോർദാൻ കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട്. ജോർദാനിലെ കമ്പനികൾക്ക് ഇന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള ഒരു മാർക്കറ്റ് ഓപ്പണിംഗ്, അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാൻ വിസിറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഏറ്റവും കൂടുതൽ ജോർദാൻ കമ്പനികൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം, അതാണ് ഇവിടെ ചർച്ചയായത്. അപ്പോൾ അതായത് ഇനി വരുന്ന സമയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് മാർക്ക് ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങളും കൂടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കമ്പനികളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത്, ആ ബെനിഫിറ്റ് നിങ്ങൾക്കും കൂടി കിട്ടും എന്നുള്ള രീതിയിൽ ഇന്ത്യയെ ഡിസ്പ്ലേ ചെയ്യാനാണ് അവിടെ പോയിരിക്കുന്നത്. പല രാജ്യങ്ങളുമായിട്ടും ഇപ്പം നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒരു സൈഡിൽ പോയിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി ഡയറക്റ്റായിട്ട് ഇറങ്ങി ഇപ്പോൾ കൺവിൻസ് ചെയ്യുന്നുണ്ട്. തികച്ചും ഇന്ത്യയെ ഒരു വ്യാപാര കമ്പോളമായിട്ട് മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തകൃതിയായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് ചലിക്കുന്നത്. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ചൈനയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചൈനയുടെ ഇന്റർണൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വളരെയധികം പ്രാധാന്യം വഹിക്കുന്നത് ഇപ്പം മെഷീൻ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് റോബോട്ടിക് ടെക്നോളജി, അതേപോലെ ഈ ഇലക്ട്രിക് കാറുകൾ, ഇതേപോലെ പല നിർമ്മാണ മേഖലകൾ, 3D പ്രിന്റിംഗ്, ഈ മേഖലകളെ കുറിച്ചൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്.
ചൈനയുടെ GDP ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.8% ആണ്. അതായത് 4.6% ടു 4.8%. അതാണ് അവരുടെ ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും കഴിഞ്ഞ 10-15 വർഷങ്ങൾ കൊണ്ട് ചൈന നേടിയതിലെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ ഒരു നിരക്ക് തന്നെയാണ്. ഓക്കെ, എന്നാലും 4.8% വളർച്ചാ നിരക്കില്ലേ എന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷേ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം. ചൈനയുടെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട്, അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതായത് ചൈനയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി തന്നെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് 4.8% ആണ് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പോൾ 4.8% ഒക്കെ നല്ല ഒരു നമ്പർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ അവരുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഗ്രോത്ത് അത് 21% അതിൻ്റെ വളർച്ചാ നിരക്ക്. ഇൻഡസ്ട്രിയൽ റോബോട്ടിക് സിസ്റ്റം 20.6% ആണ് അതിൻ്റെ വളർച്ചാ നിരക്ക്. ഇൻഡസ്ട്രിയൽ റോബോട്ടിക് സിസ്റ്റം, അതായത് ഈ മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റോബോട്ടിക് സിസ്റ്റത്തിനെ ഇൻടാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്ക് കൾച്ചർ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അത് ഏതാണ്ട് 21% അതിൻ്റെ വളർച്ചാ നിരക്കുണ്ട്. അപ്പോൾ ഈ വളർച്ചാ നിരക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നല്ലതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. അതേപോലെ 3D പ്രിൻറ്റിംഗ് എക്യൂപ്മെൻറ്റ് 100% അവിടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ്. അതേപോലെ ന്യൂ എനർജി വെഹിക്കിൾസ്, ഈ ഇലക്ട്രിക് വെഹിക്കിൾ പോലത്തെ ഈ സാധനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവരുടെ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും തന്നെ ഏതാണ്ട് 17% അവർ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈന ഈ 21% അവരുടെ വർക്ക് കൾച്ചർ ഈ റോബോട്ടിക് മെഷീനറീസ് ഇൻബിൽഡ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു മെത്തേഡിലേക്ക് മാറിയത് കൊണ്ട് ഒരുപാട് എംപ്ലോയീസ് അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. ഈ എംപ്ലോയീസ് എല്ലാം പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അത് അത്ര ചില്ലറ കാര്യമല്ല. ചൈന ചെയ്ത ഒരു മണ്ടത്തരമാണത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വളരെയധികം ഖ്യാതി നേടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും ഈ പൊതുജനങ്ങളുടെ കയ്യിലേക്ക് പൈസ പോകുന്നത്, അത് ശമ്പളത്തിലൂടെ ആയിക്കോട്ടെ, അവരുടെ ജോലി സാധ്യത ഇതെല്ലാം തന്നെ തടയുന്ന ഒരു ഏർപ്പാടാണ് ഈ റോബോട്ടിക് സിസ്റ്റം കൊണ്ട് അവിടെ രൂപപ്പെട്ടത്. അതിലുപരിയായിട്ട് പോപ്പുലേഷനും കൂടി അവിടെ കുറയുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോപ്പുലേഷൻ ക്ലിഫ് എന്ന് പറയും. ഈ പോപ്പുലേഷൻ ക്ലിഫ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ഒരു സുപ്രഭാതത്തിൽ വളരെ പീക്കിലെത്തും. അങ്ങനെ പീക്കിലെത്തിയ പോപ്പുലേഷൻ ഗ്രാഫ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വളരെ ഡീപ്പിലോട്ട് ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ ചൈനയുടെ പോപ്പുലേഷൻ കുറയുന്നു, അതേപോലെ തന്നെ മറ്റൊരു സൈഡിൽ ജോലി സാധ്യതകൾ കുറയുന്നു. ഇത് ചൈനയുടെ ഇന്റർണലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ചൈന തന്നെയാണ് ഇതിന് കാരണം ഒരുക്കിയത്. കാരണം ചൈന ഒരു ഇടയ്ക്ക് അവരുടെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പദ്ധതികൾ ഗവൺമെൻറ്റിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. മറ്റുള്ള പല രാജ്യങ്ങളും അവർ മൊത്തത്തിൽ ഈ ഒരു റോബോട്ടിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലി തന്നെ പല രാജ്യങ്ങളും ഇതിനൊരു ബാലൻസ്, ഒരു തുല്യത വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം റോബോട്ടിക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാം, കുഴപ്പമില്ല, പക്ഷേ അതേസമയം ഹ്യൂമൻ വർക്കേഴ്സും അവിടെ ആവശ്യമാണ്. അതൊരു ബാലൻസ് മെത്തേഡിലൂടെ കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ആവും. അതേപോലത്തെ ഒരു അൺസർട്ടനിറ്റിയാണ് ഇപ്പം ചൈനയുടെ ഉള്ളിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇപ്പം നിലവിൽ ചൈനയെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരു രീതിയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുപോലുള്ളൊരു തോന്നൽ ഉണ്ടാകത്തില്ല. പക്ഷേ ഡീപ്പ് റൂട്ടിൽ ഇത് ചൈനയെ ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. ചൈനയിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഹ്യൂബൈ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട്. ഹ്യൂബൈ പ്രൊവിൻസിൽ ജിങ്മാൻ എന്ന് പറഞ്ഞൊരു സിറ്റി, ഈ ജിങ്മാൻ സിറ്റിയിൽ ഈ ഹ്യൂബൈ പ്രൊവിൻസിൽ തന്നെ അവർ പുതിയൊരു പദ്ധതി ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് കുട്ടികളെ പ്രസവിക്കുന്നതിന് നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പോലും നിർബന്ധമില്ല, നിങ്ങൾ കുട്ടികളെ പ്രസവിച്ചാൽ മതി എന്നുള്ളതാണ് പുതിയ നിയമം. ഇതെന്താണ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ മാരേജ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതുന്നത് കൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ മാരേജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുട്ടികളെങ്കിലും പ്രസവിക്കണം. അതാണ് ചൈനയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ പ്രസവിക്കുന്നതിന് ഇവർ ഈ ഹൂബൈ പ്രൊവിൻസിൽ അവർ പറയുന്നത് $10,000 കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് ചൈനയിൽ ഒരു കുട്ടിയെ പ്രസവിച്ച് കൃത്യമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 വയസ്സ് വരെ ആകുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $30,000 എന്നാണ് പറയുന്നത്. $30,000 ആയിട്ട് ആ ഗവൺമെൻറ് കണക്കാക്കുന്നുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് അവർ $10,000 മൂന്നിലൊരു വിഹിതം ഗവൺമെൻറ് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1-2 കുട്ടികൾക്ക് ഈ സെയിം പോളിസി ആപ്ലിക്കബിൾ ആണ്. മൂന്നാമതൊരു കുട്ടിയും കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൊത്തം എമൗണ്ട്, അതായത് $30,000 ഗവൺമെൻറ് തന്നെ കൊടുക്കുമെന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം നിലവിൽ ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചൈനയിൽ ഞാൻ പറഞ്ഞ ഒരു പോപ്പുലേഷൻ ക്ലിഫ്, അതായത് വളരെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചൈന പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ചൈനയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലവിൽ 140 കോടിയാണ്. അത് വരുന്ന ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ അത് 100 കോടിക്ക് താഴെ പോകാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു പോപ്പുലേഷൻ ബർത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഈ ഒരു വിഷയത്തെ ചൈന വളരെയധികം അങ്കലാപ്പോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം അവർ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ നിൽക്കില്ല, അൺസ്റ്റോപ്പബിൾ ആണിത്. ഇത് അവരെ കൊണ്ട് തടയാൻ പറ്റുന്ന വിഷയമല്ല. കാരണം ഇതൊരു സൊസൈറ്റിയിൽ മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വിഷയമാണ്. ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡാണ്, ആ ഒരു ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതേ സംഗതി ഇന്ത്യക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇപ്പം നിലവിൽ ഇന്ത്യക്ക് ആ ഒരു അവസ്ഥയില്ല.
ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു 25-30 ഇയേഴ്സിന് ശേഷം ഒരു പക്ഷേ ഇതേ രീതിയിലുള്ളൊരു അവസ്ഥ വന്നേക്കാം. പക്ഷെ അതിന് കൃത്യമായ രീതിയിലുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാം. നമുക്ക് എന്തിനും ഉദാഹരണമായിട്ട് ചൈന നമ്മുടെ മുന്നിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൽ നിന്നും പാഠങ്ങൾ കുറെ ഉൾക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ IVF ബർത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു ചൈന ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ചൈനയുടെ റീറ്റെയിൽ ഗ്രോത്ത്, അതായത് ഇന്റർണൽ പർച്ചേസ് ജസ്റ്റ് 1.3% ആണ്. ഈ 1.3% എന്ന് പറയുന്നത് വളരെ വീക്കാണ്. കമ്പയർ വിത്ത് ലാസ്റ്റ് 15 ഇയേഴ്സ് ഒക്കെ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇപ്പം പുറത്തു വരുന്നത്. 1.3% അവരുടെ ഇന്റർണൽ റീറ്റെയിൽ പർച്ചേസ്. അവരുടെ കാർ സെയിൽസ്, ചൈനയ്ക്കുള്ളിൽ കാർ വിൽപ്പന 8.5% ഡിഗ്രീസ് ആയിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൈനീസ് പോപ്പുലേഷൻ അവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് രേഖപ്പെടുത്തുന്നത്. പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഏതാണ്ട് 15.9% ഡിഗ്രീസ്ഡ്. അതായത് ചൈനയുടെ ഇന്റർണൽ ഡിമാൻഡ് അവിടുത്തെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ചൈനയ്ക്ക് എക്സ്പോർട്ട് നിന്ന് കഴിഞ്ഞാൽ ബില്യൺ കണക്കിൽ ലോസ് സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ചൈന കംപ്ലീറ്റ്ലി എക്സ്പോർട്ട് ഡിപ്പെൻഡഡ് എക്കോണമിയാണ് അവരുടേത്. റോബോട്ടിക് ബൂം വേഴ്സസ് ഹ്യൂമൻ എംപ്ലോയ്മെന്റ്, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് നോക്കി കാണേണ്ട വിഷയം. വർക്ക് കപ്പാസിറ്റി ഇതിനകത്ത് കുറച്ച് കൂടുതലാണ്, പക്ഷേ R&D വർക്ക് റോബോട്ട് ചെയ്യില്ല. എന്താണോ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് ആ വർക്ക് റോബോട്ട് ചെയ്യും. പക്ഷേ മനുഷ്യന്മാർ അങ്ങനെയല്ല, അവർ R&D വർക്കും കൂടി ചെയ്യും എന്നുള്ളതാണ്. ചൈനയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാക്സിമം ഓട്ടോമേഷൻ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് റോബോട്ടിനെ കൊണ്ട് സാധിക്കും. AI മാനുഫാക്ചറിങ്, സ്മാർട്ട് ഫാക്ടറീസ്, റോബോട്ടിക്സ്, ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ ഈ റോബോട്ടിക്സിന് ഏറ്റവും ആവശ്യമുള്ളത് എനർജിയാണ്. അപ്പോൾ മാസീവായിട്ടുള്ള എനർജി റിസോഴ്സസ് ആവശ്യമുണ്ട്. അപ്പോൾ എനർജി സ്പെൻഡിങ് വളരെ കൂടുതലാണ്. മനുഷ്യന്മാരെ പോലെ 3 നേരം ആഹാരം കഴിച്ചിട്ട് പണിയെടുക്കാൻ പറ്റില്ല. അതിന് ഫുൾ ടൈം എനർജി വേണം. ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരു യൂണിറ്റിന് ഒരു പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി പ്രോഗ്രാം ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതൊക്കെ കാൽക്കുലേറ്റീവ് മെഷേർഡിൽ കാര്യങ്ങളൊക്കെ നടക്കും, ഇല്ലാന്നില്ല. പക്ഷേ ഇതിന് വേറൊരു സൈഡും കൂടിയുണ്ട്. റോബോട്ട്സ് വീട് വാങ്ങിക്കില്ല. റോബോട്ട് ഗ്രോസറി കടകളിൽ കയറിയിട്ട് റീറ്റെയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല. ഗ്രോസറി സ്റ്റോറുകളിൽ മാത്രമല്ല, ഒരു തരത്തിലും പർച്ചേസിങ് റോബോട്ട് ചെയ്യില്ല. അതേപോലെ റോബോട്ടിക്സ് ഇൻകം ടാക്സും പേ ചെയ്യില്ല. ഈ ഒരു കോമൺ സെൻസ് ഇല്ലാതെ പോയതാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഇനിയിപ്പോൾ ചൈന റോബോട്ടിക് മാനുഫാക്ചറിങ് കുറയ്ക്കുമോ, ഇല്ലെങ്കിൽ അവർ ഈ മെഷീൻ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോബോട്ടിക് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ചൈനയുടെ ഇപ്പോഴത്തെ പോക്ക് ഇതാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കൊരു മുന്നുദാഹരണമാണ്. കാരണം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് സർജ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റഡി നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഷെയർ ചെയ്തത്. കാരണം നമ്മളുടെ ടെക്നോളജി ഡെവലപ്പായി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ എത്രമാത്രം കോഷ്യസ് ആയിട്ട്, എത്രമാത്രം പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള മൂവ് നടത്തണം എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതേ ഒരു വീഡിയോ ആയിട്ട് തന്നെ അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.